മുടി ഡ്രൈ ആവാതിരിക്കാനുള്ള പാക്കുകളാണ് മിക്കവാറും ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഈ അലോവറ കൊണ്ടിട്ടുള്ള പാക്കുണ്ട്, അതുപോലെ തന്നെ അലോവറ ഓയിൽ വെച്ചിട്ടുള്ള പാക്കുണ്ട്. പിന്നെ ചില പാക്കുകളിൽ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട്, ഓയിൽ ഉണ്ട്. അപ്പം മിക്കവാറും ഈ സംഭവങ്ങളൊക്കെ കാരണം നമ്മൾ അധികം തലയിൽ എണ്ണ തേക്കണമെന്നില്ല. നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമനൻ ഹെൽത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അവർക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്, അത് ഞാൻ മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കാണാത്തവർക്കായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ തേക്കിൻ്റെയും ചോദിച്ചു, ഓയിൽ അല്ലെങ്കിൽ മുടി ഡ്രൈനെസ് ആവില്ലേയും ചോദിച്ചല്ലോ. മുടി ഡ്രൈ ആവാതിരിക്കാനുള്ള പാക്കുകളാണ് മിക്കവാറും ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഈ അലോവറ കൊണ്ടിട്ടുള്ള പാക്കുണ്ട്, അതുപോലെ തന്നെ അലോവറ ഓയിൽ വെച്ചിട്ടുള്ള പാക്കുണ്ട്. പിന്നെ ചില പാക്കുകളിൽ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട്, ഓയിലുണ്ട്. അപ്പോൾ മിക്കവാറും ഈ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ അധികം തലയിൽ എണ്ണ തേക്കണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ ഈവനിങ് ടൈമിൽ മുടി വെടുത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എണ്ണകളൊക്കെ തൊട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരുപാട് എണ്ണ വേണം എന്നുള്ളവർ വീട്ടിലിരിക്കുന്ന ദിവസം തേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും മുടി ഡ്രൈ ആവില്ല കേട്ടോ. ഒരുപാട് എണ്ണ വേണമെന്നില്ല, നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് അല്പം അല്പം എണ്ണകൾ തൊട്ടുപിടുത്താം കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ പാക്കിലൊക്കെ ഇതുപോലെ ഓയിൽ ഉണ്ടാവും കേട്ടോ. മിക്കവാറും പാക്കിലൊക്കെ ഓയിൽ മയമുള്ളത് പാക്കാണ് കേട്ടോ. മുടിയുടെ ഡ്രൈനെസ് ഇല്ലാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണല്ലോ. അലോവറ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആണല്ലോ. അലോവറ ഉണ്ടെങ്കിൽ തന്നെ മുടി ഡ്രൈ ആവില്ല കേട്ടോ. പിന്നെ അതിൽ ഒലിവ് ഓയിലും കൂടി ചേർത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും ഡ്രൈ ആവില്ല കേട്ടോ. കണ്ടോ, മുടി കണ്ടോ? ഇത് ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ, ചെമ്പരത്തിപ്പൂവും ഇലയും കൂടിയിട്ടുള്ളത്, നെല്ലിക്കയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നെല്ലിക്ക ദിവസവും തേക്കാമോ എന്ന് ചോദിച്ചു. ദിവസം തേക്കണം എന്നില്ല, കാരണം നമ്മൾ മറ്റുള്ള പാക്കും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം മുടി ഡ്രൈ ആവാതിരിക്കാനുള്ള ഒരുപാട് പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അധികം എണ്ണയൊന്നും വേണ്ട തലയിൽ. പിന്നെ കൂടാതെ നമ്മുടെ ഈ പാക്കിലും എണ്ണകൾ അപ്ലൈ ചെയ്തിട്ടുള്ള പാക്കും ഉണ്ട് അല്ലേ. പിന്നെ കൂടാതെ തൈര് ചേർത്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക്, പിന്നെ തേൻ, ഇതെല്ലാം നമുക്ക് മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ തൊട്ടുപെടുത്താം. ഈവനിങ് സമയത്ത് നമ്മൾ എണ്ണ തൊട്ടുപെടുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം. അതല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് തൊട്ടുപെടുത്താം. ഇനി നീർപ്പിടുത്തമുള്ളവരാണ്, രാത്രി സമയങ്ങളിൽ എണ്ണ തേക്കുമ്പോൾ നീർപ്പിടുത്തമുള്ളവരാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് തേച്ചാൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ വേണമെന്നില്ല, നമുക്ക് എണ്ണ ആവാം, ഒരിക്കലും ഡ്രൈ ആവില്ല മുടി കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ പാക്കുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മുടി ഡ്രൈ ആവില്ല കേട്ടോ. കാപ്പിപ്പൊടിയും പിന്നെ നെല്ലിക്കപ്പൊടിയും ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം അലോവര തേക്കാമോ എന്ന് ചോദിച്ചു. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന് പകരം നമുക്ക് വിരോധമില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ജെല്ലായിട്ട് എടുക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് സൈഡും കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് തൊലി മാറ്റിയിട്ട് നമ്മൾ ജെല്ലായിട്ട് ഇങ്ങനെ ഇങ്ങനെ നൂല് പോലെ വരുന്നില്ലേ, അതുപോലെ എടുത്തിട്ട് വേണം ചെയ്യാൻ. പീസ് പീസ് പോലെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് അരിച്ചിട്ട് വേണം ഈ കോഫി പൗഡറിൻ്റെ കൂടെ നെല്ലിക്കപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അലോവരയുടെ ജെല്ലെടുക്കുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു പീസ് അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി ഉണങ്ങുന്നതിന് മുമ്പ് വേണം വിടുത്താൻ. ഒരിക്കലും കോമ്പ് കൊണ്ട് വിടുത്തരുത്. നമ്മൾ ഏകദേശം ഉണങ്ങി കഴിയുമ്പോൾ, അധികം ഉണങ്ങരുത് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അലോവരയുടെ അംശങ്ങൾ ഇങ്ങനെ പറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ അലോവരയുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടെങ്കിൽ അത് മുടിയായിട്ട് ഒട്ടിയിരിക്കും. പിന്നെ നമുക്ക് അതിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ വിഷമമായിരിക്കും. അതുകൊണ്ടാണ് കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അലോവര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ജെല്ലായിട്ട് എടുത്തിട്ട് ഒരു തുണിയിൽ, കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. എന്നിട്ട് ആ അരിച്ചെടുത്ത ജെല്ല് നമുക്ക് ഇതായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം കേട്ടോ, അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ പ്രശ്നം ഇതാണ്, അതേസമയം നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സുളാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട കേട്ടോ. അപ്പം നമുക്കത് തലയിൽ പരട്ടാവുന്നതാണ്, ഇതുപോലെ പിടിച്ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അത്യാവശ്യം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കണ്ടോ, ഇത് ഒറ്റയ്ക്ക് നമുക്ക് തേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ മുക്കി തേക്കാം. ഈ രണ്ട് വശവും കളയണ കാര്യം പറഞ്ഞല്ലോ, രണ്ട് വശവും കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള തൊലി മുറിച്ചെടുക്കാം കേട്ടോ. തൊലി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ അപ്ലൈ ചെയ്യാം കേട്ടോ. വെറുതെ അപ്ലൈ ചെയ്താൽ തലയ്ക്കൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്ന് പീസായിട്ട് വരുന്നില്ല, നമുക്ക് മുടി വെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ ജെല്ല് പോലെയുള്ളത് ഞാൻ കാണിച്ചു തന്നല്ലോ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ടോ, ജെല്ല് നമുക്ക് തലയിൽ തേക്കാം കണ്ടോ. ജെല്ല് പോലെ വരികണം കണ്ടോ, അത് നമുക്ക് തലയിൽ തേക്കാം. നമുക്ക് ഇങ്ങനെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ പീസ് ആവരുത് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞുതരാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ജെല്ലായിട്ട് ഇനി അഥവാ അതും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഞെരടി അതും തേക്കാം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പീസായിട്ട് വരുന്നില്ല കേട്ടോ. മുടി ഡ്രൈ ആയിട്ട് തോന്നുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ഇത് കാണിച്ചു തന്നത് ഓരോരുത്തർക്ക് ഈസി ആയിട്ട് ചെയ്യണം, എങ്ങനെ മുടി ഡ്രൈനെസ് ഇല്ലാതെ നമുക്ക് കാക്കാം. ഇവിടെ നിങ്ങൾക്ക് നെറ്റിയുടെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓരോ ലെയർ ഇങ്ങനെ ഇങ്ങനെ കുത്തി അത് നിങ്ങൾക്ക് എടുക്കാം. നീർപ്പിടുത്തമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജെല്ലിൻ്റെ പീസ് ഇല്ല, ഇത് കണ്ടോ, പീസ് ഇല്ലാതെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ജെല്ല് എടുക്കുമ്പോൾ കുത്തി എടുക്കാം, വെള്ളം വറ്റണം ജെല്ലിൽ. അപ്പം നിങ്ങൾക്ക് കണ്ടോ നല്ല ജെല്ല് കണ്ടോ. തലയ്ക്ക് നല്ല ചൂടൊക്കെ ഇല്ലേ, ഈ തല ചൂടായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ട് ഉള്ളവർക്കൊക്കെ തല ഇങ്ങനെ ചിലപ്പോൾ പറയില്ലേ, ചിലർ പറയണതൊക്കെ ഭയങ്കര പുക പോലെ വരുന്നു, തല അങ്ങോട്ട് ചൂടാവണം, തീ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ളവർക്ക് എളുപ്പം യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ് കേട്ടോ ഈ അലോവേര ജെല്ല് മാത്രമായിട്ട് നിങ്ങൾക്ക് തേക്കാം. ഇതുപോലെ സമയമില്ലാത്തവർക്കൊക്കെ അലോവേര ജെല്ല് മാത്രം. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കാം കേട്ടോ. ഉണങ്ങുന്നതിന് മുമ്പ് കുഞ്ഞ് പീസ് വല്ലതുണ്ടെങ്കിൽ എടുത്ത് കളയുക. ഉണങ്ങി കഴിയുമ്പോൾ മുടിയായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് വിടുത്തുമ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ. മുടി പൊട്ടിപ്പോണ പോലെയൊക്കെ തോന്നും. ഇതാണ് എളുപ്പ വഴി. അപ്പോൾ പലതരത്തിലും നമുക്ക് മുടിയിൽ ഇതുപോലെ അലോവേര തേച്ച് പുരട്ടാം. അപ്പോൾ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ നമുക്ക് മാറി മാറി എണ്ണ തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം ജെല്ലാണെങ്കിൽ പിന്നത്തെ ദിവസം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഓയിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയുർവേദ പൊടികൾ ഉപയോഗിക്കാം. കാരണം ജെല്ലും ഓയിലൊക്കെ തലയിൽ പിടിച്ചിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ദിവസം അങ്ങനെ ഇരിക്കാനും പാടില്ല. കാരണം പൊടികളൊക്കെ വന്ന് പറ്റി പിടിച്ചിരിക്കുമ്പോൾ താരൻ പോലുള്ളതൊക്കെ ഉണ്ടാവും, അഴുക്കുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അതിന് ശേഷം ആയുർവേദ പൊടി ഉപയോഗിച്ച് കഴുകിക്കളയാം കേട്ടോ. ഈ ആയുർവേദ പൊടികൾ ഉപയോഗിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഹെയർ ഡൈ ചെയ്യുന്നവർക്കും ചെയ്യാം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോന്നും ഇതുപോലെ ഹെയർ പാക്ക്, നെല്ലിക്ക, മൈലാഞ്ചി, അതുപോലെ ബീറ്റ്റൂട്ടൊക്കെ കൂടിയ പാക്ക് ചെയ്യുമ്പോൾ മുടിക്ക് കളറ് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഹെയർ ഡൈ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ മുടി ഒരിക്കലും കളറ് പോകാതെ നമുക്ക് സംരക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെയർ ഡൈ ചെയ്യുന്നവർക്കും ഇത് പറ്റിയതാണ് കേട്ടോ, പാക്കുകളും കാര്യം. കാരണം അതിൽ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ഉണ്ടാവും, ബീറ്റ്റൂട്ട് ഉണ്ടാവും, പിന്നെ മൈലാഞ്ചി ഉണ്ടാവും, ഈ പറഞ്ഞ ഇരട്ടിമധുരം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മുടിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ഉണ്ടാവും, ഹെയർ അല്ലേ. സ്കാൽപ്പിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള മുടികൾ ഉണ്ടാവും, ഫോളിക്കൽസ് വികസിപ്പിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ ഹെയർ ഡൈ അപ്ലൈ ചെയ്താൽ മതി. എന്നോട് ഹെയർ ഡൈ അപ്ലൈ ചെയ്യണത് ഫുള്ള് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെയർ ഡൈ എടുക്കുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ പറ്റും, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഒരു വീഡിയോയിൽ ഫുള്ള് കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഹെയർ ഡൈ എടുക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്പർ 1ഉം 2ഉം കാണിച്ചു തരാം. അതുപോലെ 2 തരം പാക്ക് ഉണ്ട്. ഒന്ന് ബീറ്റ്റൂട്ട് പാക്ക് ഉണ്ട്, ബീറ്റ്റൂട്ടിൽ ചായപ്പൊടി ഇട്ട് തേക്കുന്നതും ഉണ്ട്. അതുകൂടാതെ മൈലാഞ്ചി നെല്ലിക്കപ്പൊടി ഇട്ടുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. വല്ലപ്പോഴും ഇടയ്ക്ക് അവർക്ക് കളറ് ഇങ്ങനെ മുടി വളരുന്ന അനുസരിച്ച് കളറ് പോകണമെന്ന് അറിയണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചിട്ട് ഈ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോകില്ല കേട്ടോ. അത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴും മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്ക് ആ പാക്കും ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് ബിന്ദുവിനുള്ള ഒരു മെസ്സേജാണ്. ബിന്ദുവിന് ഈ പറഞ്ഞ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം കുറഞ്ഞു എന്ന് പറഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റിസൾട്ട്, നല്ല നല്ല റിസൾട്ട് വരും ഓരോ പാക്ക് ഉപയോഗിക്കുമ്പോഴും കേട്ടോ, ഒരു സംശയമില്ല. പിന്നെ പുരികം നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഈവനിങ് ടൈമിൽ ആവണക്കെണ്ണ എടുത്തിട്ട് അതിങ്ങനെ പുരികത്തിൽ എഴുതിക്കൊണ്ട് മതി കേട്ടോ. ഡെയിലി ഉപയോഗിച്ചോളൂ കേട്ടോ. ഡെയിലി നമ്മൾ കൺമഷിയൊക്കെ എഴുതുന്ന പോലെ ഈ ആവണക്കെണ്ണ തൊട്ടിട്ട് 2 പുരികത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ആ പുരികം ഒന്നും കൊഴിഞ്ഞു പോകില്ല കേട്ടോ, വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അതും നല്ലതാണ്. ഇത് എല്ലാ പാക്കും ഉപയോഗിച്ച് തുടങ്ങിയെന്നും പറഞ്ഞല്ലോ, അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഒരിക്കലും ഇത് നിർത്തണ്ട. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ സൗകര്യം, ഓരോരുത്തർക്കും ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോരുത്തർക്കും ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. തീർച്ചയായിട്ടും 100% റിസൾട്ടാണ് കേട്ടോ. ഈ പറയുന്ന ഓരോ പാക്കിലും 100% റിസൾട്ടാണ്. അതുപോലെയുള്ള പിന്നെ തലയ്ക്ക് നല്ലോണം ചൂടുള്ളവർക്ക് തണുപ്പ് കിട്ടാനും ഈ പറഞ്ഞ ഇന്നലത്തെ നമ്മുടെ ഹൈബിസ്കസിൻ്റെ ജെല്ലുണ്ട്. അപ്പോൾ അത് ഞാൻ പാക്കായിട്ട് തേച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ ഇത് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. നാളെ ഇത് കേടാവില്ല കേട്ടോ, ഉണ്ടാവും, നല്ല കൊഴുപ്പ് ഉണ്ടാവും, ഒരിക്കലും ഇനി എണ്ണമെഴുക്ക് വേണമെന്നുള്ളവർക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു 5 തുള്ളി ആവണക്കണ്ണ് ഒഴിക്കാം കേട്ടോ. 5 തുള്ളി ആവണക്കണ്ണ് ഒഴിച്ചു കഴിഞ്ഞാൽ മുടിക്ക് എണ്ണമെഴുക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കേടാവില്ല കണ്ടോ. ഞാൻ ഇന്നലെ എടുത്തു വെച്ചാണ്. ഇന്ന് മറ്റേ നെല്ലിക്ക പാക്ക് ഇന്നലെ കാണിച്ചു തന്നല്ലോ, അത് തേച്ചു. ഈ ഹൈബിസ്കസ് പൂവും ഇലയോട് കൂടിയിട്ടുള്ള നല്ല ഇതാണ് കേട്ടോ. കണ്ടോ, കൊഴുത്തിരിക്കുന്നുണ്ടോ, നല്ല സിൽക്കി ആവും കേട്ടോ. മുടിക്ക് നീളവും വെക്കും കേട്ടോ, നീളവും വെക്കും ഉണ്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ തല തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇതെടുത്തിട്ട് ഇന്ന് നെല്ലിക്ക പൊടിയിട്ട് തേച്ച് പിടിപ്പിച്ചു, ഹെയർ മാസ്ക് ആയിട്ട് തേച്ചു, വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെച്ചു. നാളെ ഇത് തല കഴുകുമ്പോൾ ഇത് അപ്ലൈ ചെയ്യും
കേട്ടോ. ഇനി വേണ്ടവർക്ക് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു 5 തുള്ളി ആവണക്കെണ്ണ ഒഴിച്ചാലും ബെസ്റ്റാണ് കേട്ടോ. മുടിക്ക് നല്ല നിറവും കിട്ടും, മുടി വളരും ചെയ്യും. ആവണക്കെണ്ണ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മുടി ധാരാളം ഉണ്ടാകും മുടി. ഇങ്ങനെയൊക്കെ ചെയ്യാം. രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് എപ്പോഴും പറയുന്ന പോലെ മുടി പിന്നിട്ടിട്ട് കിടക്കണം കേട്ടോ, വിടുത്തണം. അതുപോലെ നമ്മൾ കോമ്പ് കൊണ്ട് വലിച്ചു പൊട്ടിക്കരുത് മുടി. എപ്പോഴും മുടി നമ്മൾ വിരൽ വെച്ചിട്ട് വേണം മുടി വിടുത്താൻ. നമ്മൾ പറയുമല്ലോ, കൈയാണ് മുടിയുടെ വളം എന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മൾ എപ്പോഴും ഇതുപോലെ വിരൽ കൊണ്ട് വിടുത്തിയിട്ട് ഈവനിങ് ടൈമിൽ കെട്ടിവെക്കാം. റിബൺ ഉണ്ടെങ്കിൽ റിബണിട്ട് കെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നിടാൻ പറ്റുന്നവർ വേണമെങ്കിൽ നമുക്ക് പിന്നിട്ടിട്ട് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ മുടി ഒരിക്കലും അഴിച്ചിട്ട് അലസമായി ഇരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടല്ലോ മുടി തല്ലി പൊട്ടിപ്പോവും. മുടി കെട്ടി വെക്കാതെ ഉള്ള ദിവസങ്ങൾ നോക്കിക്കോളൂ. മുടി ഒന്ന് എണ്ണി നോക്കിക്കോളൂ എന്തോരുണ്ട്. അതിനുശേഷം നിങ്ങൾ കെട്ടി വെച്ച് നോക്കൂ, പിന്നെ പോകുന്ന മുടിയുടെ എണ്ണം നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴും മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ മുടി ഒഴിച്ചിൽ കുറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 100 മുടി വരെ പോകാം. 100 മുതൽ 120 മുടി വരെ സാധാരണ ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു പോകാം കേട്ടോ. ഇരട്ടി വരികയും ചെയ്യും. അതൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ നമ്മളുടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്, ഹെയർ സ്റ്റേജസ്. അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് നോക്കണം കേട്ടോ, കണ്ടു നോക്കണം. അതിൽ ഈ മുടിയുടെ 3 സ്റ്റേജസ് ഉണ്ട്. മുടി വളരുന്നതും മുടി പോകുന്നതും മുടി സ്ലോ ഡൗൺ ആവുന്നതും മാറ്റമൊന്നുമില്ലാതെ നിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ അവസ്ഥകളാണ്. ഈ ഓരോ അവസ്ഥയിലും നമ്മൾ എന്തെല്ലാം അപ്ലൈ ചെയ്യണം, അകത്തും പുറത്തും ഒക്കെ ഞാൻ എല്ലാത്തിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. പകൽ സമയമായിരിക്കണം കേട്ടോ വെള്ളം കുടിക്കേണ്ടത് കേട്ടോ. വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്യുക. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. ശരീരത്ത് ചൂട് കൂടില്ല, ശരീരം എപ്പോഴും തണുത്തിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കും വേണം മുടിയുടെ ഭാഗമായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.